الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير സത്യവിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരങ്ങൾ, രോഗികളായി കഴിയുന്നവർ, മറ്റു പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവർ, അല്ലാഹു തആല എല്ലാവർക്കും ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 1-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് അവിടുത്തെ ഇസ്രാ മിഅ്റാജ് യാത്ര എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളെ ആ യാത്രയിൽ പ്രവാചകർക്ക് കാണിച്ചു കൊടുത്തു, ബോധ്യപ്പെടുത്തി കൊടുത്തുവെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. ഹദീസുകൾ അത് വിശദീകരിക്കുകയും ചെയ്തു. പ്രബോധന മേഖല ഏറ്റവും അധികം ശക്തമായ പീഡനങ്ങൾക്ക് വിധേയമായ സന്ദർഭത്തിലാണ് ഈ ഒരു യാത്ര ഉണ്ടാകുന്നത്. നബിക്ക് ഏറ്റവും വലിയ താങ്ങായി നിന്ന രണ്ടുപേർ, ഒന്ന് അബൂ ത്വാലിബും മറ്റൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹായും,
രണ്ടുപേരുടെയും വഫാത്തിനു ശേഷമാണ് ഇസ്രാ മിഅ്റാജ് യാത്ര. ആ രണ്ട് അത്താണികൾ നഷ്ടപ്പെട്ടതിനു ശേഷം പ്രവാചകർക്കെതിരെ ഒന്നുകൂടെ ഖുറൈശികളുടെ എതിർപ്പുകൾ ശക്തമായി മാറി. പ്രിയപ്പെട്ട ഖദീജയും പിതൃവിനായ അബൂ ത്വാലിബും മരണപ്പെട്ട വർഷത്തിന് നബി തങ്ങൾ പേരിട്ടത് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നായിരുന്നു. അത്രയേറെ ദുഃഖം പ്രവാചകർക്ക് ആ രണ്ടുപേരുടെ മരണത്താൽ ഉണ്ടായി. ഒരു ചെറിയ ആശ്വാസം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രവാചകർ ത്വായിഫിലേക്ക് ഒന്ന് പോയി നോക്കിയത്. ത്വായിഫിൽ അമ്മാവന്മാരുണ്ട്. അവിടെ ചെന്ന് കണ്ട് അവിടുന്ന് വല്ല ആശ്വാസം കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് ത്വായിഫിലേക്ക് പോയത്. എങ്കിലും അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ത്വായിഫുകാർ അവിടുന്ന് എറിഞ്ഞോടിക്കുകയും കുട്ടികളെ കൊണ്ട് കൂട്ടുവിളിപ്പിക്കുകയും കല്ലെറിയുകയും ചെയ്ത് തന്റെ കാതിൽ നിന്ന് രക്തം പൊട്ടി ഒഴുകി ക്ഷീണിച്ച് വിഷമിച്ച് തിരിച്ചു പോന്ന് പ്രവാചകർ ആ വേദന കൂടി അനുഭവിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്രാ മിഅ്റാജ് യാത്ര. അല്ലാഹു തആല നബിയെ സമാധാനിപ്പിക്കാൻ തന്നെയാണ് ഒന്നാമതായി ഈ യാത്ര അല്ലാഹു നൽകിയത്. ഇവിടെ ഈ ആളുകളൊക്കെ എതിർത്താലും അവർക്ക് കൈയൊഴിഞ്ഞാലും നബിയെ താങ്കൾ പടച്ചറബിന്റെ പക്കൽ വലിയ സ്ഥാനമുള്ളവരാണ് എന്ന് പ്രവൃത്തിപഥത്തിൽ ബോധ്യപ്പെടുത്തുവാൻ മറ്റമ്പിയാക്കളെ കണ്ട്, ആകാശലോകം കണ്ട്, മലക്കുകളെ കണ്ട്, സിദ്റത്തുൽ മുൻതഹ കണ്ട്, നരക സ്വർഗങ്ങൾ കണ്ട്, അതേ ധാരാളമായ ആയത്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിന് വല്ലാത്ത സമാധാനമായി ആരെതിർത്താലും പ്രശ്നമല്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രവാചകനെ എത്തിക്കൽ തന്നെയാണ് ആ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അല്ലാഹു പറഞ്ഞു, ലിനുരിയഹു മിൻ ആയാതിന, നാം കൊണ്ടുപോയത് ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ആയത്തുകളെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് എന്നാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുവാനാണ് കൊണ്ടുപോയത് എന്ന് സൂറത്ത് ഇസ്രായേലിലെ ഈ ഓതി വെച്ച ആയത്ത് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അമ്പിയാക്കളുടെ പൊതുവായ ഒരു സുന്നത്താണ്, നടപടിക്രമമാണ് അത്. അല്ലാഹു തആല അമ്പിയാക്കൾക്കെല്ലാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോഴും അല്ലാഹു തആല പറഞ്ഞുവല്ലോ, വകദാലിക നുരി ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖ്നിൻ, ആകാശഭൂമികളുടെ ആധിപത്യങ്ങളെ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. എന്തിന്? വലിയകൂന മിനൽ മുഖ്നിൻ, ഒരു യഖീനാകാൻ വേണ്ടി എന്നാണ് അല്ലാഹു തആല സൂറത്ത് അൻആമിലെ 75ാമത്തെ ആയത്തിൽ പരാമർശിച്ചത്. ഇവിടെയും ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ആയത്തുകളെ കാണിച്ചു കൊടുക്കാനാണ് എന്നാണ്. ഒരു യഖീനിന്റെ ഭാഗമാണത്. കേട്ടാലും ബോധ്യമായാലും ഇല്ലാത്തൊരു ബോധ്യം കണ്ടു ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായും ഉണ്ടാകുമല്ലോ. അങ്ങനെയാണ് ആയത്തുകൾ കണ്ട് യഖീൻ, ഒരു സംശയവുമില്ലാത്ത വിധം 100% ബോധ്യപ്പെട്ടുകൊണ്ട് ഒന്നുകൂടെ സമാധാനമടയാനാണ് അല്ലാഹു തആല അമ്പിയാക്കൾക്ക് അത്തരം ദൃഷ്ടാന്തങ്ങളെ നിശ്ചയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതിനു മുമ്പേ തന്നെ അതിനുവേണ്ടി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉമ്മുഹാനി എന്ന സഹാബി വനിതയുടെ വീട്ടിൽ വെച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി 2 മലക്കുകൾ വന്ന് പ്രവാചകൻ എടുത്തുകൊണ്ടുപോവുകയും അവിടുത്തെ നെഞ്ചു പിളർക്കുകയും അവിടുത്തെ ഹൃദയം കഴുകി സംസം കൊണ്ട് കഴുകി ശുദ്ധിയാക്കുകയും അതിൽ ഈമാനും ഹിക്മത്തും നിറക്കുകയും ചെയ്തു എന്ന സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്രാ മിഅ്റാജിനും വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ഇതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുക്കൽ, ഒന്ന് ഒരുക്കുന്നതിന്റെ ഭാഗമായിരുന്നുവെന്നാണ് ഹദീസ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നത്. വല്ലാഹു അഅലം. അതിനുശേഷമാണ് ഈ യാത്രയുണ്ടാകുന്നത്. മസ്ജിദുൽ ഹറാമിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി കിടക്കുമ്പോഴാണ് മലക്കൾ വരികയും പ്രവാചകരെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞ സംഭവങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ബുറാഖ് എന്ന
വാഹനവുമായി വന്നു. പ്രവാചകൻ പറഞ്ഞു, ഉതീതു ബിൽ ബുറാഖി, ബുറാഖ് കൊണ്ടുവരപ്പെട്ടു. ബുറാഖ് എന്നത് പ്രവാചകൻ വിശദീകരിച്ചു, വെളുത്ത നിറമാണ്, കുതിരയേക്കാളും അല്പം ചെറുതാണ്, എന്നാൽ കഴുതയേക്കാളും അല്പം വലിയതാണ് എന്നാണ്. കഴുതയേക്കാൾ വലിപ്പമുള്ള, കുതിരയേക്കാൾ വലിപ്പം കുറഞ്ഞ വെള്ള നിറമുള്ളതാണ് ബുറാഖ്, അല്പം നീളമുള്ളതുമാണത് എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പ്രവാചകൻ പറഞ്ഞു, അതിന് കണ്ണ് എത്തുന്നിടത്തേക്ക് അതിന്റെ കാൽപാദം എത്തുമെന്നാണ്. അത്ര വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. നോക്കിയാൽ എങ്ങോട്ടെത്തുമോ അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ കഴിയുന്ന വേഗതയിലാണ് ആ ബുറാഖിന്റെ സഞ്ചാരം എന്നർത്ഥം. പ്രവാചകർ തങ്ങൾക്ക് യാത്ര പോകാൻ ബുറാഖ് വേണമെന്നില്ല, ഒരു മൃഗവും ഒരു വാഹനവും ആവശ്യമില്ല. അല്ലാഹു തആല നബിയെ നിൽക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകാൻ, പക്ഷേ നബിക്കുള്ള അംഗീകാരം ഒരു ആദരവിന്റെ ഭാഗമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു മലക്കിന്റെ ജിബ്രീലിന്റെ അകമ്പടിയോടുകൂടി പ്രത്യേകമായ വാഹനത്തിൽ നബിയെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു അംഗീകാരത്തിന്റെ ഭാഗമാണത് എന്നാണ് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ദുനിയാവിലും അങ്ങനെ തന്നെയാണല്ലോ. മനുഷ്യന്മാർ തമ്മിലാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരാളെ സ്വാഭാവികമായും ക്ഷണിച്ചു വരുത്തുമ്പോൾ ഒരു വാഹനം കൊടുത്തേക്കുക, ഒരാളെ പറഞ്ഞേക്കുക എന്നത് ഒരു ആതിഥ്യ മര്യാദയാണ്, അത് അംഗീകാരമാണ്. ആ അംഗീകാരം തന്നെയാണ് ഇവിടെയും ഉണ്ടായത് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. അങ്ങനെ ആ ബുറാഖിൽ കയറി പ്രവാചകർ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് പ്രവാചകർ പോകുന്നു. അമ്പിയാക്കളുടെ മണ്ണാണ് ഫലസ്തീൻ. ഇന്ന് ആ ഫലസ്തീന്റെ പ്രയാസങ്ങൾ, വേദനകൾ നമുക്ക് അല്ലാഹു തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെ എത്തുകയും ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കുകയും അവിടുന്ന് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പിന്നീട് വാനലോകത്തേക്ക്, ആകാശലോകത്തേക്ക് പ്രവാചകർ യാത്ര പോവുകയും ചെയ്യുന്നു. ഓരോ ആകാശത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അമ്പിയാക്കളെ കണ്ടുവെന്ന് ഹദീസിൽ കാണാം. ഇമാം ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും ഈ ഹദീസുകളെ വ്യത്യസ്തമായ സ്വഹാബിമാരിൽ നിന്ന് വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30ഓളം സ്വഹാബിമാരിൽ നിന്നായി ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾ സ്വഹീഹായ പരമ്പരയിൽ തന്നെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. ആയിഷ, അബൂ ഹുറൈറ, ഇബ്നു മസ്ഊദ്, ഉമർ ഖത്താബ്, ഇബ്നു ഉമർ അടക്കമുള്ള 30ഓളം സ്വഹാബിമാരിൽ നിന്നായി പ്രവാചകരുടെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകർ ഓരോ ആകാശത്തെത്തുമ്പോഴും ഓരോ പ്രവാചകന്മാരെ കാണുന്നു. ഒന്നാം ആകാശത്തിൽ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നു, സലാം പറയുന്നു, സലാം മടക്കുന്നു. മർഹബൻ ബിബ്നി സ്വാലിഹ് വന്നബിയ്യി സ്വാലിഹ് എന്ന് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വാഗതമരുളുന്നു. സ്വാലിഹായ പ്രവാചകൻ, സ്വാലിഹായ പുത്രന് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ സ്വീകരിക്കുകയും ശേഷം ഓരോ ആകാശങ്ങളിലേക്ക് യാത്ര പോവുകയും ഓരോ ആകാശങ്ങളിൽ ഓരോ പ്രവാചകന്മാരെ കണ്ടുമുട്ടി അവരൊക്കെ പ്രവാചകരെ അഭിസംബോധന ചെയ്യുമ്പോൾ ബിൻ നബിയ്യി സ്വാലിഹി, സ്വാലിഹായ നബിയെ താങ്കൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്പിയാക്കളൊക്കെ പ്രവാചകരെ സ്വീകരിക്കുന്നത്. ഏഴാകാശവും കഴിഞ്ഞ് അതിനപ്പുറത്തേക്കും പ്രവാചകർ പോകുന്നു. ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നു, അദ്ദേഹം സലാം പറയുന്നു, സലാം അടക്കുന്നു. മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹി വൽ ഇബ്നി സ്വാലിഹി എന്നാണ് ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഭിസംബോധന. സ്വാലിഹായ പുത്രൻ, സ്വാലിഹായ പ്രവാചകർ, അവർക്ക് സ്വാഗതമെന്നാണ് ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാചകമാണ് ഇബ്രാഹിം നബിയും പറഞ്ഞത്. കാരണം ഇബ്രാഹിം നബിയുടെ വംശ പരമ്പരയിലാണല്ലോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്നത്. അതിനുശേഷം ഏഴാകാശവും കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് ബൈത്തുൽ മഅ്മൂർ കണ്ടു, അതുപോലെ സിദ്റത്തുൽ മുൻതഹ കണ്ടു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. ഹദീസ് വിശദമായി പറയുകയാണ്. സൂറത്തുൽ നജ്മിൽ അല്ലാഹു പറഞ്ഞുവല്ലോ, വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു
പറഞ്ഞ ഹദീസുകളിൽ വിശദമായി അതിന് വിശേഷങ്ങൾ പരാമർശിക്കപ്പെട്ട അങ്ങേ അറ്റത്തെ ഇലന്ത വൃക്ഷമെന്ന് പരിഭാഷപ്പെടുത്തപ്പെട്ട സിദ്റത്തുൽ മുൻതഹ എന്ന ഒരു വൃക്ഷം അതും പ്രവാചകർ കണ്ടുവെന്നാണ്. അവിടെയാണ് എല്ലാം ചെന്ന് അവസാനിക്കുക. അമ്പിയാക്കളുടെ യാത്രകൾ അതിനപ്പുറത്തേക്ക് ഉണ്ടായിട്ടില്ല എന്നും മലക്കുകളുടെയും യാത്രകൾ അവിടെ വരെയാണ് അംഗീകരിക്കപ്പെട്ടത് എന്നും അതേപോലെ താഴെ നിന്ന് കയറിപ്പോകുന്ന മുഴുവൻ അമലുകളും മുകളിൽ നിന്ന് ഇറങ്ങുന്ന കൽപ്പനകളും എല്ലാം സംഗമിക്കുന്ന സംഗമസ്ഥാനമാണ് സിദ്റത്തുൽ മുൻതഹ എന്നൊക്കെ അഖീദയുമായി ബന്ധപ്പെട്ട ഹദീസുമായി ബന്ധപ്പെട്ട വ്യാഖ്യാതാക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. വല്ലാഹു അഅലം. ആ സിദ്റത്തുൽ മുൻതഹ പ്രവാചകർ കാണുന്നു. അതേപോലെ ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തനതായ രീതിയിൽ അവിടെ നിന്നാണ് പ്രവാചകർ മറ്റൊരിക്കൽ കണ്ടത്. അദ്ദേഹത്തെ ശരിയായ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട അതേ രൂപത്തിൽ ലഹു സിത്തുമിഅത്തി ജനാഹിൻ 600 ചിറകുകളുള്ള രൂപത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാം സൃഷ്ടിക്കപ്പെട്ടത്. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പറഞ്ഞുവല്ലോ, മലക്കുകൾ അല്ലാഹു തആല ദൂതന്മാരാക്കി മാറ്റി ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ എന്ന് സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല ഒന്നാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മലക്കുകൾക്ക് ചിറകുകൾ ഉണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതിൽ തന്നെ ചില മലക്കുകൾക്ക് 2 ചിറകാണ്, ചിലക്ക് 3 ആണ്, ചിലക്ക് 4 ആണ്. യസീദു ഫിൽ ഖൽഖി മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല സൃഷ്ടിപ്പിൽ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ഖുർആന്റെ പ്രയോഗം. എല്ലാ മലക്കുകളും ഒരുപോലെ അല്ല എന്നർത്ഥം. മലക്കുകളുടെ സ്ഥാനത്തിനനുസരിച്ചാണ് ചിറകുകളുടെ വർദ്ധനവ് എന്നാണ് മനസ്സിലാകുന്നത്. ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണല്ലോ മുഖറബുൽ അംലാക്ക്, ഏറ്റവും മുഖറബായ മലക്ക് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ലഹു സിത്തുമിഅത്തി ജനാഹിൻ 600 ചിറകുണ്ട് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ രൂപത്തിൽ 600 ചിറകോടുകൂടി ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തനതായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 തവണയാണ് ജിബ്രീലിനെ കണ്ടത്. അതിൽ ഒന്ന് ആദ്യത്തെ വഹയി കിട്ടി പേടിച്ചു വിറച്ച് വന്ന് പിന്നീട് വന്ന വഹയികൾക്കിടയിലുള്ള ഒരു ഇടവേളയുണ്ട്. ആ ഇടവേളയുടെ സന്ദർഭത്തിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽപോട്ട് നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയും ചക്രവാളമൊന്നാകെ മറച്ചു പിടിച്ചുകൊണ്ട് ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത് നബി തങ്ങൾ കാണുകയും അവിടുന്നാണ് പേടിച്ച് വീണ്ടും വീട്ടിലേക്ക് ഓടി. പിന്നീടാണ് നബിയെ വിളിച്ചുണർത്തിക്കൊണ്ട് അല്ലാഹു തആല വഹയുമായി ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയക്കുന്നത്. അതാണ് ഒരു കാഴ്ച. രണ്ടാമത്തെ കാഴ്ച മിഅ്റാജ് യാത്രയിൽ സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ച് കണ്ട കാഴ്ചയാണ്. അതാണ് വലഖദ് റആഹു നസ്ലതൽ ഉഖറാ, മറ്റൊരിക്കൽ കൂടെ നബിതങ്ങൾ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ച് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. ആ സിദ്റത്തുൽ മുൻതഹ എന്ന ആ വൃക്ഷത്തിന്റെ സമീപത്ത് വെച്ച് ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തനതായ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുവെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തി ഹദീസുകൾ വിശദമായി പഠിപ്പിക്കുകയും ചെയ്തു. അതും ആ ആയാത്തിൽപ്പെട്ടതാണ്. ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് എന്ന ആ പ്രയോഗത്തിൽ ഒരായത്താണ് ബുറാഖെങ്കിൽ മറ്റൊരായത്താണ് ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ട ആ കാഴ്ച എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ പ്രവാചകൻ കണ്ട മറ്റൊരു കാഴ്ചയാണ് ബൈത്തുൽ മഅ്മൂർ, കഅബക്ക് നേരെ മുകളിലായിക്കൊണ്ട് ആ 7 ആകാശങ്ങൾക്കപ്പുറത്ത് അല്ലാഹു തആല സ്ഥാപിച്ച ഭവനമാണ് ബൈത്തുൽ മഅ്മൂർ എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ബൈത്തുൽ മഅ്മൂർ വിശുദ്ധ ഖുർആനിൽ തന്നെ എടുത്തു സൂചിപ്പിച്ചു. തൂറിൽ അല്ലാഹ് പറഞ്ഞുവല്ലോ, വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തുൽ മഅ്മൂർ, ബൈത്തുൽ മഅ്മൂർ തന്നെയാണ് സത്യമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ബൈത്തുൽ മഅ്മൂർ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ശേഷം അല്ലാഹ് പറഞ്ഞത് ഇന്ന അദാബ റബ്ബിക ലവാഖി, ബൈത്തുൽ മഅ്മൂർ ആണ് സത്യം. ഇന്ന അദാബ റബ്ബിക ലവാഖി, നിന്റെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യുമെന്നത് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞപ്പോൾ അതിൽ ഒരു സത്യം വൽ ബൈത്തുൽ മഅ്മൂർ, ബൈത്തുൽ മഅ്മൂർ തന്നെയാണ് സത്യമെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്. ഹദീസുകളിൽ വിശദമാക്കപ്പെട്ടു എന്താണ് ബൈത്തുൽ മഅ്മൂർ എന്ന്. നബി തങ്ങൾ പറഞ്ഞു ബൈത്തുൽ മഅ്മൂർ എന്നത് അത്
കഅബക്ക് നേരെ മുകളിലുള്ള മറ്റൊരു ഭവനമാണ്. യുസല്ലി ഫീഹി കുല്ല യൗമിൻ 70000 മലക്കിൻ, അതിലെല്ലാ ദിവസവും 70000 മലക്കുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ്. ആ മലക്കുകൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ മറ്റു 70000 മലക്കിലേക്ക് കയറുന്നു. അവരിറങ്ങുമ്പോൾ വേറെ 70000 കയറുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഒരു മലക്ക് ഒരിക്കൽ മാത്രമേ അതിലേക്ക് പ്രവേശിക്കുകയുള്ളൂവെന്നാണ്. ഒരിക്കൽ പ്രവേശിച്ച മലക്ക് പിന്നെ പ്രവേശിക്കുകയില്ല. 70000 മലക്കുകൾ കയറും, നിസ്കരിക്കും, അവർ തിരിച്ചു പോകുന്നു. വീണ്ടും 70000 വേറെ മലക്കുകൾ വരുന്നു, അവർ തിരിച്ചു പോകുന്നു. വീണ്ടും 70000 വരുന്നു, അവർ തിരിച്ചു പോകുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും 70000 മലക്കുകൾ ആ ബൈത്തുൽ മഅ്മൂറിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മലക്ക് ഒരിക്കൽ മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ. അപ്പോൾ മലക്കുകളുടെ ആധിക്യം എത്രമാത്രമാണ്, മലക്കുകളുടെ എണ്ണമെന്നാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, വലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, നിന്റെ റബ്ബിന്റെ സൈന്യത്തെ അവനല്ലാതെ അറിയുകയില്ല എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. അല്ലാഹുവിന്റെ സൈന്യങ്ങൾ എത്രയാണ്, ഏതൊക്കെ സൈന്യങ്ങളാണ് എന്ന് പടച്ച റബ്ബിനല്ലാതെ അറിയുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബൈത്തുൽ മഅ്മൂർ കണ്ടു, അവിടെയുള്ള അത്ഭുതങ്ങൾ കണ്ടു. അതേപോലെ സൂചിപ്പിച്ച പോലെ സിദ്റത്തുൽ മുൻതഹ, അങ്ങേയറ്റത്തെ ഗന്ധവൃക്ഷമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിദ്റത്തുൽ മുൻതഹ, അത് നബി തങ്ങൾ കണ്ടുവെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങളെ ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ കാണിക്കുവാനാണ് നാം പ്രവാചകനെ കൊണ്ടുപോയത് എന്നത് സാക്ഷാത്കരിക്കുമാർ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട കാഴ്ചയായിരുന്നു മിഅ്റാജ് യാത്ര. ചില ശിക്ഷകളും പ്രവാചകൻ കണ്ടു, രക്ഷകളും കണ്ടു, സ്വർഗം കണ്ടു, സ്വർഗീയമായ അനുഭവങ്ങൾ കണ്ടു, നബി തങ്ങളുടെ ഹൗദ് നബി തങ്ങൾ അന്ന് കണ്ടു എന്നൊക്കെ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. ശിക്ഷിക്കപ്പെട്ട ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട, അതേപോലെ ആളുകളുടെ അഭിമാനം തകർക്കുന്ന, ഗീബത്ത് പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷ, അതുപോലെ ജനങ്ങളെ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും എന്നാൽ സ്വന്തം ജീവിതത്തിൽ പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ, ഇതൊക്കെ പ്രവാചകർ അന്ന് കണ്ട ഭയാനകമായ കാഴ്ചകളാണ്. ഹദീസുകളിൽ അതും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രവാചകർ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇസ്രാ മിഅ്റാജ് യാത്ര എന്നർത്ഥം. ആര് കളവാക്കിയാലും ആര് തള്ളിക്കളഞ്ഞാലും നബിയെ താങ്കൾ വിഷമിക്കേണ്ടതില്ല, താങ്കൾക്ക് നിരാശ ആവശ്യമില്ല. താങ്കൾ പ്രവാചകർ തന്നെയാണ്. മറ്റമ്പിയാക്കളുടെ ഇടയിലാണ് നബിയെ താങ്കൾക്കുള്ള സ്ഥാനം. പടച്ച റബ്ബിന്റെ പക്കൽ വലിയ ഉന്നതമായ സ്ഥാനമുള്ളവരാണ് എന്ന് നബിയെ സമാധാനിപ്പിക്കാനാണ് ആ ഒരു യാത്രയുണ്ടായത്. അള്ളാഹുമായി സംസാരിച്ചു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിനെ കണ്ടിട്ടില്ല എന്നാണ് പ്രബലാഭിപ്രായം. അഭിപ്രായ വ്യത്യാസം പഴയകാലം മുതൽ തന്നെ ഉണ്ട്. അള്ളാഹിനെ കണ്ടോ കണ്ടില്ലേ എന്നൊക്കെ. പക്ഷേ കണ്ടിട്ടില്ല എന്ന് ഹദീസുകൾ തന്നെ വ്യക്തമാക്കുന്നു. നബിയോട് ചോദിക്കുന്ന, നബിയെ നിങ്ങൾ റബ്ബിനെ കണ്ടുവോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നൂറൻ അന്നാ അറാഹു, അള്ളാഹു തആല പ്രകാശമാണല്ലോ, എനിക്കെങ്ങനെ കാണാൻ കഴിയുമെന്ന് നബി തങ്ങൾ പ്രതികരിച്ചത് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ അള്ളാഹുമായി സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല നെരുക്കിനേരെ ഇടയിൽ ഒരു മലക്കില്ലാതെ ഒരു മറയില്ലാതെ നെരുക്കിനെ സംസാരിച്ചതാണ് പ്രവാചകരോട്. 3 പേരെ സംസാരിച്ചത്, ഒന്ന് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വെച്ച് സംസാരിച്ചു. 2 മൂസാ നബിയോട് ഭൂമിയിൽ വെച്ച് സംസാരിച്ചു. മുഹമ്മദ് നബിയോട് ആകാശലോകത്ത് വെച്ച് മിഅ്റാജ് യാത്രയിലും സംസാരിച്ചു. എന്നാലും ഭൂമിയിൽ വെച്ച് ശരിയായ രൂപത്തിൽ മനുഷ്യരൂപത്തിൽ തന്നെ നിന്നുകൊണ്ട് മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായി നിന്നുകൊണ്ട് തന്നെ ആ മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചത് ഭൂമിയിൽ വെച്ച് മൂസാ നബിയോട് മാത്രമാണ്. അതുകൊണ്ടാണ് കലീമുല്ലാഹി മൂസ, അള്ളാഹുമായി സംസാരിച്ച മൂസ എന്ന് മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥാനപ്പേരുണ്ടായത്. അല്ലെങ്കിൽ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബിയോടും അള്ളാഹു തആല സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് സ്വർഗ്ഗലോകത്ത് വെച്ചാണ്, ഒന്ന് മിഅ്റാജ് യാത്രയിൽ ആകാശലോകത്ത് വെച്ചാണ്. എന്നാൽ ഭൂമിയിൽ വെച്ച് സാക്ഷാൽ മനുഷ്യരൂപത്തിൽ തന്നെ മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് ആ മൂസാ നബിയോട് അല്ലാഹു സംസാരിച്ചത് അദ്ദേഹത്തോട് മാത്രമാണ്. അതുകൊണ്ടാണ് കലീമുല്ലാഹ് എന്ന സ്ഥാനപ്പേരിന് മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അറിയപ്പെടുന്നത് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്താണെങ്കിലും ധാരാളം വൃത്താന്തങ്ങൾ കണ്ട് ജീവിതത്തിൽ സമാധാനം അടഞ്ഞ് വലിയ കൂന മിനൽ മൂഖിനീൻ, യഖീനുള്ളവരായി മാറാൻ വേണ്ടി എന്ന് സൂറത്തുൽ അൻആമിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞ അതേ ആശയം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
പടച്ചറബിന്റെ ഖുദ്റത്ത്, അവന്റെ കഴിവ്, അവന്റെ ശക്തി എത്രമാത്രമാണ് എന്ന് ഇത് പഠിപ്പിക്കുന്നുണ്ട്. നബിതങ്ങളുടെ സ്ഥാനമാനം, നബിതങ്ങളുടെ മഹത്വങ്ങള് ഈ സംഭവം നമ്മെ അറിയിക്കുന്നുണ്ട്. അതേപോലെയുള്ള ധാരാളം ഗുണപാഠങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ധാരാളം പാഠങ്ങൾ നമുക്ക് മിഅ്റാജ് നൽകുന്നുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാം മിഅ്റാജ് യാത്ര നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നാണ് തൗഹീദിന്റെ അധ്യാപനം എന്നത്. പടച്ചറബിന്റെ മഹാത്മ്യവും അല്ലാഹു അല്ലാത്തവരുടെ ദൗർബല്യവും ഈ സംഭവം നമ്മെ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം ആ യാത്രയിൽ അല്ലാഹു തആല നബിയെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠവും തൗഹീദിന്റെ പാഠം തന്നെയാണ്. കഴിഞ്ഞകാല അമ്പിയാക്കന്മാരെ മുഴുവൻ നബിതങ്ങളുടെ മുമ്പിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. ആ പ്രവാചകന്മാരെ മുഴുവൻ നബിതങ്ങൾ കണ്ടു. ആ യാത്ര അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം തഴുവത്തെടുത്തത് ആ സമയത്ത് തൗഹീദാണല്ലോ. അന്ന് 5 നേരത്തെ നിസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല, ഹറാം ഹലാലുകളില്ല. ആ വക നിയമങ്ങളൊന്നും അത് നിയമമാക്കപ്പെട്ടിട്ടില്ല. അത് നബിതങ്ങൾക്ക് ആകെ പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന അടിസ്ഥാന ആശയമാണ് മക്കയിലെ 13 കൊല്ലം നബിതങ്ങൾ ദഅവത്ത് നടത്തിയത്. അതിന്റെ പേരിലാണ് പീഡിപ്പിക്കപ്പെട്ടത്. ആ സമയത്താണ് യാത്ര പോകുന്നത്. അങ്ങനെ ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പണ്ട് പ്രബോധനം ചെയ്ത എല്ലാ റസൂലുമാരും അവിടെ സംഗമിച്ചു. അവിടെല്ലാം നേരെ കണ്ടപ്പോൾ അല്ലാഹു തആല നബിക്ക് നൽകിയ വഹ്യാണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജ്അൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. സൂറത്ത് സുഖ്റൂഫിലെ വചനമാണ്. നബിയെ, ഇതാ താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ച റസൂലുമാരെല്ലാവരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വസ്അൽ, നബിയെ താങ്കൾ ചോദിക്കുക, മൻ അർസൽനാ മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പ് നാം അയച്ച റസൂലുമാരിതാ നബിയെ. ആ നബിമാരൊക്കെ ചോദിച്ചു നോക്കുക. എന്ത് ചോദിക്കുക? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. അല്ലാഹു തആലക്ക് പുറമെ മറ്റു വല്ല ഇലാഹുകളെയും ആരാധിക്കാൻ അവർക്കാർക്കെങ്കിലും നാം നിശ്ചയിച്ചു കൊടുത്തിരുന്നുവോ എന്ന് നബിയെ ഒന്ന് ചോദിച്ചു നോക്കുക. മക്കയിൽ റബ്ബല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന സമയമാണ്. ലാത്തയും മുസയും മനാത്തയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അടക്കം ആരാധിക്കപ്പെടുന്ന പ്രദേശമാണ് അന്ന് മക്ക എന്നത്. ഇബ്രാഹിം നബിയുടെ വിഗ്രഹം കഅബയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്മായിൽ നബിയുടെ വിഗ്രഹം കഅബയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ലാത്തക്കും മുസ്സക്കും പോലെയുള്ള മഹാന്മാർക്ക് അവിടെ വിഗ്രഹങ്ങളുണ്ട്. ഖബറുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്, മരങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്, കല്ലുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്. തീയും അതേപോലെ സൂര്യനുമടക്കം ആരാധിക്കപ്പെടുന്ന നാടാണ് അന്ന് മക്ക എന്നത്. മണൽ കൂനകൾ പോലും കൂട്ടിവെച്ച് അതിനു മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അന്ന് മക്ക നിവാസികൾ. അവരോടാണ് ഇത് ശരിയല്ല, പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തുന്നത്. അതുകൊണ്ട് ഇതേ ദഅവത്ത് നടത്തിയ എല്ലാ അമ്പിയാക്കളും ആദം നബി ഇസ്ലാം മുതൽ ഇങ്ങോട്ട്, ഒന്നാമത്തെ റസൂലായ നൂഹ് നബി ഇസ്ലാം മുതൽ ഇങ്ങോട്ട് ഈസാ നബി വരെയുള്ള എല്ലാ അമ്പിയാക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊടുത്തിട്ടാണ് അല്ലാഹു പറഞ്ഞത്, വസ്അൽ, നബിയെ താങ്കൾ ചോദിക്കുക, മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ, നബിയെ നിങ്ങൾക്ക് മുമ്പ് നാം അയച്ച റസൂലുമാരിതാ നബിയെ ചോദിച്ചു നോക്കൂ അവരോടൊക്കെ, അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ, പടച്ച റബ്ബിനെ അല്ലാതെ മറ്റേതെങ്കിലും ഇലാഹുകളെ ആരാധിക്കാൻ അവർക്ക് ആർക്കെങ്കിലും നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കൂ നബി എന്നാണ്. നബി തങ്ങൾ പറഞ്ഞു,
ലാ അസ്അലു ഫഇന്നി ഖദ് ഇഖ്തഫൈതു. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നു, ലാ അസ്അലു, ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല, ഫഇന്നി ഖദ് ഇഖ്തഫൈതു, എനിക്കത് ബോധ്യമുണ്ട്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇവരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാഹുവിനെ പ്രാർത്ഥിക്കാൻ, അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അവരെ ആരാധിക്കാൻ വല്ല വഹയും തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. സംശയമുണ്ടെങ്കിലല്ലേ ചോദിക്കുക, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞുവെന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നു. 70 പ്രവാചകന്മാർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് ഈ കൽപ്പന കൊടുത്തത്. മിൻഹും ഇബ്രാഹിമു വമൂസ വഈസ അലൈഹിമുസ്സലാം. ഇബ്രാഹിം നബിയും മൂസാ നബിയും ഈസാ നബിയും അലൈഹിമുസ്സലാം അടക്കമുള്ള 70 അമ്പിയാക്കന്മാരെ ഒപ്പം നിർത്തി അല്ലാഹു തആല ഈ കാര്യം പറഞ്ഞത്. പക്ഷേ നബി തങ്ങൾ അവരോടൊന്നും ചോദിച്ചില്ല. കാരണം അവരെക്കാളേറെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമ് നബി തങ്ങൾക്കുണ്ട് എന്നാണ്. മറ്റു പ്രവാചകന്മാരെക്കാളേറെ ഈ കാര്യത്തിൽ ബോധ്യമുണ്ട്. തൗഹീദിന്റെ കാര്യത്തിൽ ഒരു സംശയമെങ്കിലും അവർക്ക് ആർക്കുമില്ല, നബിക്ക് ഏതായിരുന്നാലും ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ചോദിച്ചിട്ടുമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. തൗഹീദിന്റെ പ്രഖ്യാപനമാണ്, തൗഹീദിന്റെ ബോധ്യപ്പെടുത്തൽ കൂടിയായിരുന്നു മിഅ്റാജ് എന്നർത്ഥം. അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുസ്ലിമീങ്ങളും റബ്ബിനോടെ തേടാവൂ എന്ന് പറയുന്ന നബിയും തമ്മിലുള്ള ആ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ എന്നും പീഡനങ്ങളും പ്രയാസങ്ങളും നാട്ടിൽ നിന്ന് പുറത്താക്കലും കല്ലെടുത്തെറിയലും കൂക്കുപിടികളും ഭ്രാന്തനാണ്, കവിയാണ്, മായാജാലക്കാരനാണ് തുടങ്ങിയ ആക്ഷേപങ്ങളും വിമർശനങ്ങളും പൊറുതിമുട്ടിയപ്പോഴാണ് ആകാശത്തെ കൊണ്ടുപോയി എല്ലാ അമ്പിയാക്കളെയും കാണിച്ചു കൊടുത്തു. ഇതാ നബിയെ, ഇവരൊക്കെ തൗഹീദ് പറഞ്ഞവരാണ്, ഇവരൊക്കെ മർദ്ദിക്കപ്പെട്ടവരാണ്, ഇവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടവരാണ്, കൊല്ലപ്പെട്ടവരുണ്ട്. ആ കൂട്ടത്തിൽ സക്കറിയ നബിയെ കൊന്നുകളഞ്ഞതാണ് അവർ, യഹ്യാ നബിയെ കൊന്നുകളഞ്ഞതാണ് അവർ. പല അമ്പിയാക്കളെയും ആ മുശ്രിക്കീങ്ങളായ ശത്രുക്കളായ ആ പ്രബോധികർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. പലരും നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ടു പോകേണ്ടി വന്നവരാണ്, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ടു പോകേണ്ടി വന്നവരാണ്. ഇവരൊക്കെ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, പീഡനത്തിന് വിധേയമായ ആളുകൾ, കൊല ചെയ്യപ്പെട്ട ആളുകൾ എല്ലാം ഉണ്ട് ഇവരിൽ. ചോദിച്ചു നോക്കൂ നബിയെ, ഇവരോട് ആരോടെങ്കിലും അനുവാദം കൊടുത്തിട്ടുണ്ടോ റബ്ബല്ലാത്ത ആരോടെങ്കിലും തേടാൻ, റബ്ബല്ലാത്തവരെ ആരാധിക്കാൻ എന്ന് ചോദിക്കൂ നബിയെ എന്ന് പറയുമ്പോൾ ഇല്ല, ചോദിക്കേണ്ട കാര്യമില്ല. മറ്റൊരു റിപ്പോർട്ടിൽ എനിക്ക് സംശയമില്ല, അതുകൊണ്ട് അസ്അലു, ഞാൻ ചോദിക്കുന്നില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞതായും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഏതാണെങ്കിലും തൗഹീദ് ബോധ്യപ്പെടുന്ന സംഭവമായിരുന്നു മിഅ്റാജ് എന്നർത്ഥം. ഇന്ന് പലപ്പോഴും ഈ ആയത്താണ് അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി ഇവിടെ പലരും കൊണ്ടെടുക്കുന്നത്. അമ്പിയാക്കന്മാർ ചോദിക്കാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞുപോയ റസൂൽമാർ ചോദിക്കൂ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ എല്ലാ അമ്പിയാക്കന്മാരും ചോദിക്കാം, മരിച്ചുപോയവരെ വിളിച്ചു തേടാം, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരോട് തേടാൻ ഈ സംഭവത്തെ തെളിവാക്കി കൊണ്ടുവരുന്ന ആളുകൾ. ആയത്തിന്റെ ബാക്കി എന്താ? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. റഹ്മാനായ റബ്ബല്ലാത്ത വല്ല ആരാധ്യന്മാരെയും ആരാധിക്കാൻ അവർക്ക് ആർക്കെങ്കിലും നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ നബിയെ എന്ന് ചോദിക്കുമെന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ പാഠം, ഏറ്റവും വലിയ ആയത്ത് തൗഹീദിന്റെ ബോധ്യപ്പെടുത്തൽ തന്നെയാണ്. ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധം പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എല്ലാ റസൂലുമാരെയും മുമ്പിൽ കൊണ്ട് നിർത്തിക്കൊടുത്ത് അവരോടൊക്കെ സാക്ഷിയാക്കി നബിയെ കൊണ്ട് തൗഹീദിന്റെ ആശയം പ്രഖ്യാപിപ്പിച്ച സംഭവം കൂടിയാണ് മിഅ്റാജ് യാത്ര എന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ പാഠം മിഅ്റാജിൽ നിന്ന്, ഇസ്രായിൽ നിന്ന് തൗഹീദിന്റെ പാഠം തന്നെയാകണം. ആ നിലയ്ക്ക് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ശിർക്കുമായി യാതൊരു ബന്ധവുമില്ലാതെ അല്ലാഹു കാണിച്ചു കൊടുത്ത എല്ലാ ദൃഷ്ടാന്തങ്ങളെയും നബി തങ്ങൾ ഏതെല്ലാം നമുക്ക് പറഞ്ഞു തന്നുവോ അതൊക്കെ ബോധ്യപ്പെട്ട് അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.